വ്യക്തിയാണോ ഞാൻ? എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് എല്ലാവരും സമയം ഓരോ ദിവസം കഴിയും തോറും ആ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായാലും ഒക്കെ ഓടുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും വില ഉണ്ടാവുള്ളൂ. ഓട്ട് നിന്ന് ആർക്കും ആവശ്യം ഉണ്ടായാലും പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു തേയിലത്തോട്ടമൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തരണം ചെയ്തോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സിനിമയെ പോലും വെല്ലുന്ന ഒരുപാട് ട്വിസ്റ്റുകൾ. ചായയൊക്കെ കുടിച്ചാണ് തിരിച്ചു പോകുക കേട്ടോ. കാരണം വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബോറടി മാറ്റാനും അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല, എനിക്കതിന് സമയമില്ല കേട്ടോ. പിന്നെ നിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എനിക്കില്ല. ഹലോ ഹാഡിയേഴ്സ്, അപ്പോൾ ആഴ്ചയിൽ 6 ദിവസവും കറക്കാണ്. അത് നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കറക്കാണ്. 7ാമത്തെ ഒരു ദിവസം നമുക്ക് ഓഫാണ്. അപ്പോൾ എന്തായാലും വീട്ടിലിരുന്ന് വെറുതെ ജോലി ചെയ്ത് നടോടിയേണ്ട. അന്നും നമുക്ക് നല്ലൊരു എൻജോയ് ആയിട്ട് ഒന്ന് റിലാക്സ് ആവാനൊന്ന് പുറത്തു പോകാമെന്ന് വെച്ചു. എന്തായാലും ഇറങ്ങുന്നതിന് മുന്നേയായിട്ട് ഈ ചുരിദാറിനെ കുറിച്ചൊന്നും പറയാതെ നമ്മളെ ഷോപ്പിൽ തന്നെയുള്ള മോഡലാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, എല്ലാ കളേഴ്സും ഉണ്ട്. നല്ല മൽച്ചന്തേരിയാണ്, നല്ല ക്വാളിറ്റി മൽച്ചന്തേരിയാണ് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ്. ഹാൻഡ് വർക്കോട് കൂടി വന്നിട്ടുള്ളത്, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റും. നല്ല വലിയ ഷോളൊക്കെ വന്നിട്ടുണ്ട്. എക്സലും ഡബിൾ എക്സലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നല്ല നല്ല കളേഴ്സിലും അവൈലബിൾ ആണ്. പക്ഷേ ഞാനെപ്പോഴും നേവി ബ്ലൂ, റെഡ് അങ്ങനെയൊക്കെ എടുക്കുന്ന കാരണം ഇപ്പോൾ ഇവർ പറയും നിങ്ങൾ ഇങ്ങനത്തെ കളറൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ടോ. എനിക്കാണെങ്കിൽ ഈ കളറൊക്കെ എടുത്താൽ ഒരു കോൺഫിഡൻസ് കുറവ്. എല്ലാ വീട്ടിലും ലേഡീസിൻ്റെ ഒരുക്കങ്ങൾ തീരൂല എന്നല്ലേ പറയും. പക്ഷെ ഇവിടെ ഞാൻ പെട്ടെന്ന് മാറ്റുമെന്ന് ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് വരുന്നില്ലേ എന്ന് വെച്ച് ഇവരെങ്ങനെ സ്വൈര്യം കെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ചെക്കന്മാർക്ക് ഇത്രയും ഒരുങ്ങാനുണ്ടോ? ഒരുങ്ങൊന്നും അല്ല കേട്ടോ. ഇവരാണ് ഇവിടെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുക, പിന്നെ ഏതൊക്കെ മെയിൻ ഓഫ് ചെയ്തിടണം എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മളെ ഫ്രിഡ്ജ് ഓൺ ആക്കിയിടും, ബാക്കി എല്ലാം ഓഫ് ആക്കിയിടും. അതുപോലെ ലൈറ്റും ഫാനും അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഡോറും എല്ലാം ലോക്ക് ചെയ്യുക. മൊത്തത്തിലൊരു പുനഃപരിശോധന നടത്തുന്നതൊക്കെ ഇവരാണ് കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിതൊക്കെ ചെയ്താൽ നമ്മളിത് ചെയ്തില്ലേ എന്ന് എനിക്ക് ഭയങ്കര സംശയങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഞാൻ മുന്നേ പ്രാവശ്യം പുറത്ത് പോകുമ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ചില കാര്യങ്ങളൊന്നും എൻ്റെ മൈൻഡിലങ്ങ് സെറ്റാവില്ല. അതുപോലെ രാത്രി കിടക്കുമ്പോഴും അതെ കേട്ടോ, ഡോറെല്ലാം ലോക്ക് ചെയ്യുക, താഴിമേലൊക്കെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്യുക, ഗേറ്റ് ലോക്ക് ചെയ്യുക, അതൊക്കെ ഇവർ ജോലിയാണ് കേട്ടോ. ഞാനതൊന്നും ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഫുഡ് കഴിക്കും, ഞാൻ നേരെ പോയി കിടക്കും, അങ്ങനെയാണ് കേട്ടോ. അത് കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ശീലമാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഷിനുവിന് ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകണം എന്നുള്ള ഓർമ്മ വന്നത്. അങ്ങനെ ഗ്ലാസ്സൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകി നമ്മളിതാ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി റോഡ് അങ്ങനെ കാണിച്ചാൽ നിങ്ങളങ്ങനെ ബോറടിപ്പിക്കില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു പോകാവേ. അപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കവിടെ നെഗറ്റീവ് ഉണ്ടായിരിക്കും, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന കണ്ടാൽ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജീവിക്കുന്ന കണ്ടാൽ തന്നെ നെഗറ്റീവാണ്, അതൊക്കെ സ്വാഭാവികം. അത് മനുഷ്യസഹിതമാണ് അസൂയ. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ലോങ് വീഡിയോ ഇട്ടാലും ഷോർട്ട് വീഡിയോ ഇട്ടാലും നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വേണ്ടി മാത്രം അവർ ആ വീഡിയോ കാണും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കും കേട്ടോ. കാരണം ഇവരിത്ര നല്ലൊരു വ്യക്തിയാണോ ഞാൻ? എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് എന്തിനാ ഞാൻ ഇപ്പോൾ മോന് ഈടായിട്ട് ഹോസ്പിറ്റലിൽ ഫുഡ് ഇൻഫെക്ഷനായിട്ട് അഡ്മിറ്റായിരുന്നു, കുറച്ച് ഇടങ്ങറായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലും കൂടി അവർ കമൻ്റ് ഇട്ടു. എന്താ അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാനുള്ളത്? ഇതൊന്നും മനസ്സിലാക്കാനില്ല എന്ന് പറഞ്ഞിട്ടോ. ഞാനതൊന്നും മനസ്സിലാക്കാൻ ഞാൻ ചെയ്യുന്നത് ഒരു വീഡിയോ ആണ്, ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അതിലെനിക്ക് ഒരുപാട് വിശദീകരിച്ച് പറയാനുള്ള ടൈമും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിക്കുമ്പോൾ മാക്സിമം നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവും. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തലയിൽ എന്തെങ്കിലുമൊക്കെ വേണം കുറഞ്ഞത്. ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം നോക്കി നടക്കുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ നമ്മളെ മൈൻഡിലങ്ങ് കത്തില്ല. കാരണം എപ്പോഴെങ്കിലും ഒന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് ആലോചിച്ച് നോക്കണം. മറ്റുള്ളവരെങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നീ എല്ലാം തികഞ്ഞവളാണോ എന്നൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും കേട്ടോ. വർഷങ്ങളായിട്ട് ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാനത് കാണുമ്പോൾ അങ്ങ് ഡിലീറ്റ് ആക്കി കളയാൻ പ്രതികരിക്കാനൊന്നും പോകാറില്ല. അതുപോലെ തന്നെ പേരൊന്നും പറഞ്ഞ് പബ്ലിസിറ്റി ആക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അപ്പോൾ അതും ചെയ്യാറില്ല കേട്ടോ. പിന്നെ നിൻ്റെ ഓരോ കമൻറ്റും ഞാൻ പറഞ്ഞ് ഞാനങ്ങ് ചെറുതാവണില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല, എനിക്കതിന് സമയമില്ല കേട്ടോ. പിന്നെ നിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ എൻ്റെ പിന്നാലെ നടന്ന് എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇട്ട് എന്നെ തളർത്താൻ നോക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ വിലപ്പെട്ട സമയമാണ്. ഈ ഭൂമിയിലുള്ള എല്ലാവരും സമയം ഓരോ ദിവസം കഴിയും തോറും ആ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിൻ്റെ കുടുംബത്തിന് വേണ്ടിയോ നിൻ്റെ മക്കൾക്ക് വേണ്ടിയോ നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കൂട്ടത്തിൽ ഒന്നുകൂടി മനസ്സിലാക്കാം, മനുഷ്യനായാലും ഉപകരണമായാലും ഇനിയിപ്പോൾ ക്ലോക്കായാലും വാഹനമായാലും ഒക്കെ ഓടുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും വില ഉണ്ടാവുള്ളൂ. ഓട്ട് നിന്ന് ആർക്കും ആവശ്യം ഉണ്ടാവില്ല. വെറും ഒരു പാഴ്വസ്തു മാത്രമാണ് നീയും ഞാനും ഒക്കെ എന്നൊന്ന് മനസ്സിലാക്കി നിൻ്റെ സമയം നിനക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ട് കാണുമ്പോൾ അവിടെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടോ. സംസാരത്തിൻ്റെ ഇടയിൽ ഞാനതൊക്കെ അങ്ങ് വിട്ടുപോയതാണേ. അപ്പോൾ ഞാൻ ഇവിടെയാണ് താമസിച്ചതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിങ്ങനെ ബോറടിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു തേയിലത്തോട്ടമൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ കോടിക്കളിച്ചൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എപ്പോഴും വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളോട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു.
ശരിക്കും നമ്മൾ ഊട്ടിയുടെയൊക്കെ ശരിക്കൊരു ഭംഗി കാണണമെങ്കിൽ നമ്മളൊരു മഴക്കാലത്ത് വരണം കേട്ടോ. നമ്മളൊക്കെ ഓൾറെഡി എപ്പോഴും അങ്ങനെ വേനൽക്കാലമായാൽ മാത്രം നമ്മൾ ഊട്ടിയിട്ടൊരു തണുപ്പൊക്കെ കൊള്ളാനാ നമ്മളെ നാട്ടിൽ ചൂടാന്നൊക്കെ പറഞ്ഞു വരുമല്ലേ. പക്ഷെ അപ്പോഴൊക്കെ ശരിക്കും നമുക്ക് ഈ എല്ലാം ഉണങ്ങി ചുരുണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയിൽ കൂടെ നമ്മൾ കാണാൻ പറ്റുമല്ലേ. പക്ഷെ നമ്മൾ ഈ മഴക്കാലത്ത് വന്നാണ്ടല്ലോ നല്ല പച്ചപ്പിൽ നല്ല ഭംഗിയാണ് കാണാം കേട്ടോ. നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും നമ്മളെ കണ്ണിനെ വല്ലാത്തൊരു കുളിർമയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ, വരുമ്പോൾ നമ്മൾ മഴക്കാലത്ത് വരണം. കാരണം നല്ല കാഴ്ചകളാണ്, നല്ല മൂടൽ മഞ്ഞും ഒക്കെയുള്ള സമയത്ത് നല്ലൊരു ചെറിയ മഴയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനും. എത്ര കണ്ടാലും മതിയാവില്ല എന്ന് തന്നെ അങ്ങ് പറഞ്ഞു പോകാം, അത്ര ഭംഗിയാണ് കേട്ടോ. ഞാനെന്തിനാ പറയണേ, നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്ത് ഭംഗിയല്ലേ കാണാൻ. എത്ര കണ്ടാലും മതിയാവില്ല. നമുക്ക് ഈ ഒരു കാഴ്ച നോക്കി നിൽക്കുമ്പോൾ സ്വയം മറന്നങ്ങ് നിന്ന് പോകും കേട്ടോ. ഇതുവരെ നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ പോയാൽ പ്രത്യേകിച്ച് റീസണും കാര്യങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് പോകുക ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ പോയാൽ ദേവർസോലയാണ്, ഇവിടെ കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി അങ്ങോട്ട് പോവില്ല, കാരണം അടി തട്ടും പോയാൽ, അപ്പോൾ അതുകൊണ്ട് പോവാറില്ല. ഇങ്ങനെ കുറേ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കൂട്ടോ, നമ്മളെ ലൈഫിൽ നമ്മൾ ഏതെല്ലാം അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ അത്ഭുതം തോന്നിപ്പോട്ടോ. ഈ ഒരു അവസ്ഥകളൊക്കെ നമ്മൾ തരണം ചെയ്തോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സിനിമയെ പോലും വെല്ലുന്ന ഒരുപാട് ട്വിസ്റ്റുകൾ നമ്മളെ പലരും ലൈഫിലും ഉണ്ടായിരിക്കും അല്ലേ. കാരണം ഒരിക്കലും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് അനുഭവങ്ങൾ, ചില സ്ഥലങ്ങൾ പോലും നമ്മളൊരു ലൈഫിൽ നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളായിരിക്കും. മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, എന്തോ ചെയ്തോട്ടെ, നമ്മളൊരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളൊരു പ്രസൻസ് കൊണ്ട് പോലും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത്, ഒരു വിഷമവും വരരുത്. കാരണം കർമ്മ എന്നൊരു സംഭവമുണ്ട്, അത് തീർച്ചയായിട്ടും തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പം നമ്മളായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് ഒരിക്കലും. അങ്ങനെ ഇവിടെ എത്തിയ ഒരു ചായ നിർബന്ധമാണ് കേട്ടോ. ചില ദിവസങ്ങളൊക്കെ ഞാൻ പറയാറില്ലേ, രാത്രി നമ്മൾ വെറുതെ ഗൂഡല്ലൂർ വരെ വരും, എന്നിട്ട് ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചാണ് തിരിച്ചു പോകുക കേട്ടോ. കാരണം വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബോറടി മാറ്റാനും നമുക്കൊന്ന് എൻജോയ് ആകാനും നമ്മളൊന്ന് റിലാക്സ് ആകാനും ഒക്കെ ചില ദിവസങ്ങളിൽ രാത്രി വരാറുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാറില്ല കേട്ടോ. അങ്ങനെ ചെമ്പാല വന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടോ. ഇവിടുത്തെ ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇവിടുന്ന് എല്ലാവരും തേയിലൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഞാനും വാങ്ങിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ വാങ്ങിക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തേയിലൊക്കെ വാങ്ങിക്കാറുള്ളത്. അതൊക്കെ എപ്പോഴും ഈ റൂട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും കുറേ പാക്കറ്റ് വാങ്ങിക്കും, പിന്നെ കഴിയുമ്പോൾ പിന്നെ വാങ്ങിക്കും, അങ്ങനെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി നമ്മളെ ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ വാങ്ങിക്കാറില്ല. ഈ ഒരു ചെമ്പാല എനിക്ക് മറക്കാനും പറ്റത്തില്ല കേട്ടോ. നമ്മളൊരു നൈറ്റിയുടെ ബിസിനസ് തുടങ്ങിയ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ചെമ്പാലയും കൂടി സെയിൽ ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ അറിയണവർക്കൊക്കെ അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ സെയിൽ ചെയ്തിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തൊരു ബിസിനസ് നമ്മളൊരിക്കലും മറക്കില്ല. നമ്മളെ ജീവിതം തന്നെ മാറി മറിഞ്ഞൊരു ബിസിനസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നൈറ്റ് ചെയ്തിരുന്ന കൂട്ടത്തിൽ ഈ ഒരു തേയിലയും ചെയ്തിരുന്നു. പഴമക്കാർ പറയാറില്ലേ, വന്ന വഴി മറക്കരുത്. അപ്പോൾ എനിക്കിവിടത്തോ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് ഓർമ്മ വരും കേട്ടോ. പിന്നെ ഇപ്പോൾ തേയില വാങ്ങിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളധികം ചായ കുടിക്കാറില്ല, പഞ്ചസാരക്കും വലിയ ചിലവൊന്നും വീട്ടിലില്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും കണ്ടാൽ മതി വരാത്ത ഈ അതിമനോഹരമായ കാഴ്ച എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും വെറുതെ പറയാം, അല്ല കേട്ടോ, നല്ല അടിപൊളിയാണ്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിയാൽ മഴക്കാലത്ത് ഇവിടെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. എത്ര കണ്ടാലും മതിയാവില്ല. ആ കാഴ്ചകളിലൂടെ നമ്മളെ കണ്ണിന് നല്ല കുളിർമയേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് ഏറ്റവും ഇഷ്ടമാട്ടോ ഈ റൂട്ട് വരുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ചോളവും നല്ല മസാലയൊക്കെ പുരട്ടി കഴിക്കണം കേട്ടോ. പക്ഷെ എന്നത്തെ കൂടി എനിക്ക് ആ ഇഷ്ടമാണ് പോയി കിട്ടി. ഇത് ആകെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ എന്താ പറയുക, അതൊക്കെ കുഴങ്ങി ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചില സാധനങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ ടേസ്റ്റ് ഇല്ലാന്ന്, പിന്നെ എൻ്റെ ജന്മത്തിൽ ഞാൻ ആ സാധനം കഴിക്കൂല, അത്രക്കം കേട്ടോ. അതിനെ ഞാനത് വെറുത്തു. ഇനിയിപ്പോൾ ഇവർ പറയാൻ എന്താ പറയുക, ഞാൻ എന്ത് കൊടുത്താലും ഇവിടുന്ന് എന്ത് വാങ്ങിച്ചു കൊടുത്താലും കുറ്റം പറയും. എല്ലാത്തിനും എനിക്ക് കുറ്റമാണ്. എന്തെങ്കിലും ഒരു ഫുഡൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഞാൻ കുറ്റം പറയണ്ടോ നോക്കി വരെ നോക്കും കേട്ടോ. കാര്യം എനിക്ക് എപ്പോഴും ഞാൻ ഉണ്ടാക്കിയ ഫുഡാട്ടോ ഇഷ്ടം. ഒരുപാട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഞാൻ ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ ഇഷ്ടം. വെറുതെ പറയല്ല കേട്ടോ. പുറത്തുനിന്ന് കഴിക്കുന്ന 90% ഫുഡിനും ഞാൻ കുറ്റം പറയും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് ഒന്നും ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ വഴിക്കടന്നൊരു ഫുഡ് കഴിക്കും കേട്ടോ. നല്ല അടിപൊളി വിറകടുപ്പിൽ വെച്ച നല്ല നെയ്ച്ചോറും നല്ല ചൂട് നെയ്ച്ചോറും അതുപോലെ തന്നെ നല്ല ചിക്കൻ റോസ്റ്റും നല്ല ബീഫ് റോസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. വിറകടുപ്പിൽ വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ. എനിക്ക് ആ ഫുഡ് കഴിക്കുമ്പോൾ പണ്ട് എൻ്റെ ഉമ്മൊക്കെ ഉണ്ടാക്കി തന്ന നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും അതുപോലെ ബീഫ് റോസ്റ്റും ഒക്കെ അങ്ങനെ ഓർമ്മയിൽ വരും കേട്ടോ. അത്ര ടേസ്റ്റാണ്, നമുക്ക് കഴിച്ചാലും മടുപ്പാവില്ല കേട്ടോ. അപ്പം ഞാനെപ്പോഴും മോനോട് പറയും കേട്ടോ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, ഫുഡ് കഴിക്കണമല്ലോ, ജീവൻ കിടക്കാൻ വേണ്ടി കുറച്ച് കഴിക്കുക. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇഷ്ടം പോലെ കഴിക്കുക. കാരണം മമ്മൂട്ടി പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും ഇഷ്ടം പോലെ കഴിക്കൂല എന്ന് പറഞ്ഞില്ലേ, ആ ഒരു രീതി തെറ്റിച്ചിട്ട് ഇഷ്ടമില്ലാത്ത ഫുഡുകൾ കുറച്ച് കഴിക്കുക, ഇഷ്ടമുള്ള ഫുഡ് കുറച്ച് കൂടുതൽ കഴിക്കുക. കാരണം അത് ഇഷ്ടമുള്ള ഫുഡാണല്ലോ. എല്ലാ ദിവസവും നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് തന്നെ കഴിക്കൂലല്ലോ എല്ലാ നേരവും. അത് എൻ്റെ ഒരു തിയറിയാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ പൊതുവെ തടി കൂടാനും അതുപോലെ കൊഴുപ്പ് ശരീരത്തിൽ കൂടാനൊക്കെ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലത്തെ ഫുഡ് കളയണ്ടേ എന്ന് വെച്ചിട്ട് ആര് കഴിച്ചില്ലെങ്കിലും നമ്മളങ്ങെടുത്ത് കഴിക്കും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യൂല കേട്ടോ. ഞാൻ എന്താ ചോദിച്ചാൽ എനിക്ക് ആവശ്യമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം കഴിക്കും, ഇഷ്ടമുള്ളത് ഇഷ്ടത്തോടു കൂടി, ഇഷ്ടമില്ലാത്തത് ഒരു കുറച്ച് കഴിക്കും, നമുക്കും ജീവിക്കണമല്ലോ എന്ന് വെച്ച് മാത്രം കഴിക്കും. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.